ഡോക്ടർ. ഹായ് ഡോക്ടർ, ലാസ്റ്റ് ഒരു കേസ് ചെയ്തില്ലേ, എന്തായിരുന്നു അത്? എനിക്കത് കാണാൻ പറ്റില്ല ഈ പേഷ്യൻറ്റിനെ. ഓക്കെ ഡോക്ടർ, എന്ന് വെച്ചാൽ പേഷ്യൻ്റ് വന്നത് പുറകിലെ പല്ല് പറിച്ചു, ഒരു മാസേ ആയിട്ടുള്ളൂ. പുറകിൽ പല്ല് വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ടിലെ പല്ലെല്ലാം സൈഡിൽ നിന്ന് കേട് വന്ന് എല്ലാം റൂട്ട് കനാൽ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഈ പേഷ്യനോട് പറഞ്ഞു, അതായത് ബാക്കിലെ പല്ല് വെക്കുക മാത്രമല്ല, നമ്മൾ ടോട്ടൽ ഒരു റീഹാബ് എന്നുള്ള രീതിയിലേക്ക് പോകണം. താഴെയാണെങ്കിലും പേഷ്യൻ്റ് യൂസ് ചെയ്യുന്നത് സാധാരണ ഒരു അക്രിലിക് ഡെഞ്ചറാണ്, സാധാരണ ഒരു സെറ്റബിളാണ് പേഷ്യൻ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പല സ്റ്റേജസിലായിട്ട് പേഷ്യനോട് പറഞ്ഞു കൊടുത്തു, അതായത് ഇംപ്ലാന്റ് ആണ് എപ്പോഴും ബെറ്റർ ഓപ്ഷൻ. മേലെയാണെങ്കിലും താഴെയാണെങ്കിലും പുറകിലത്തെ പല്ല് റീപ്ലേസ് ചെയ്യാൻ ഒന്നുകിൽ ഇംപ്ലാന്റിലേക്ക് അല്ലെങ്കിൽ CPD പോകണമെന്ന് പറഞ്ഞു. പേഷ്യൻ്റ് ഇംപ്ലാന്റിന് വില്ലിംഗ് അല്ലായിരുന്നോ? പേഷ്യൻ്റ് നമ്മളൊരു 2 അപ്പോയിൻമെൻറ്റ് എടുത്ത് പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടും പേഷ്യൻ്റ് വാസ് നോട്ട് വില്ലിംഗ്. അപ്പോൾ താരതമ്യേന പ്രായം കുറഞ്ഞൊരു പേഷ്യൻ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് പൊതുവേ നമ്മൾ ഇംപ്ലാന്റ് തന്നെയാണ് മോട്ടിവേറ്റ് ചെയ്യാറ്. പക്ഷേ പേഷ്യന്റിന് 2 അപ്പോയിൻമെൻറ്റ് നമ്മൾ സംസാരിച്ചിട്ടും ഷി വാസ് നോട്ട് ഓക്കെ അല്ലായിരുന്നു. പിന്നെ നമ്മൾ അതിൽ എന്താണ് അപ്പോൾ ചെയ്തത്? അത് പേഷ്യൻ്റ് ലോവറിൽ താഴെ ഭാഗത്തുള്ള സെറ്റബിൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പറഞ്ഞിട്ടുള്ളത്. അത് പേഷ്യൻ്റ് മാറ്റാൻ അതും താല്പര്യമില്ല. ഫ്യൂച്ചറിൽ ഇംപ്ലാന്റ് ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് എത്തിയിട്ടുള്ളത്. മേലെ ഈ പറഞ്ഞതുപോലെ ഫ്രണ്ടിലത്തെ പല്ലെല്ലാം റൂട്ട് കനാലിലേക്ക് പോയത് കാരണം അതിനെ റൂട്ട് കനാൽ ചെയ്ത് ക്രൗൺ ആക്കുന്നതിന് പരിപാടിയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിന് കൂടാതെ ഇംപ്ലാന്റ് അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ പുറകിലത്തെ പല്ല് റീപ്ലേസ് ചെയ്യുന്നതിന് നെക്സ്റ്റ് ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും കാസ്റ്റ് പാർഷ്യൽ ഡെഞ്ചറാണ്. ഒരിക്കലും അക്രിലിക് പല്ലുകൾ സൺഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ല നോർമൽ അക്രിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെറ്റ് പല്ലുകൾ ഒരിക്കലും ലോങ് ടേം സൊല്യൂഷൻ അല്ല. ഒരു കാസ്റ്റ് പാർഷ്യൽ ഡെഞ്ചറോ അതല്ലെങ്കിൽ ഒരു ഇംപ്ലാന്റോ ആണ് ശരിക്കും പുറകിലത്തെ പല്ല് റീപ്ലേസ് ചെയ്യുന്നതിനുള്ള ലോങ് ടേം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള. കാരണം ഇത് രണ്ടുമാണ് ബാക്കിയുള്ള പല്ലുകൾ ഡിസ്റ്റർബ് ചെയ്യാതെ ബാക്കി പ്രിസർവിങ് വാട്ട് ഇസ് റിമൈനിങ് എന്നുള്ള പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇംപ്ലാന്റും അതുപോലെ തന്നെ കാസ്റ്റ് പാർഷ്യൽ ഡെഞ്ചറുമാണ് ബെസ്റ്റ് സ്യൂട്ടഡ് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ അത് രണ്ടുമാണ് പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ CPD പ്ലേസ് ചെയ്തത്. അപ്പോൾ ഈ CPD നമുക്ക് ഊരി വെക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ അത് ഫിക്സ്ഡ് ആയിട്ടാണോ വരിക? CPD ശരിക്കും പറയുകയാണെങ്കിൽ ഒരു റിമൂവബിൾ അപ്ലയൻസ്, അതായത് പേഷ്യൻറ്റിന് രാത്രി ഊരി മാറ്റാൻ പറ്റുന്ന അപ്ലയൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ CPD ചെയ്തിട്ടുള്ളത്. അപ്പം എന്നിരുന്നാലും രാത്രിയാകുമ്പോൾ ഊരി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കാസ്റ്റ് പാർഷ്യൽ ഡെഞ്ചർ CPD ചെയ്യുക. പിന്നെ അതേപോലെ പറഞ്ഞു ഫ്രണ്ടിലത്തെ പല്ലൊക്കെ കേടായിരുന്നു. അപ്പോൾ അത് പല്ല് ചെയ്തിട്ട് അവിടെയും ഇതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയാണ് ചെയ്തത്. മെറ്റലിൻ്റെ ഫ്രെയിം ഉണ്ടാവും അവിടെ? ഡിപ്പെൻസ്, അത് കേസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മെറ്റലിൻ്റെ ഫ്രെയിം വരണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. അവരുടെ പുറകിലത്തെ ആർച്ച് എത്രത്തോളം നല്ലതാണ്, അതിൻ്റെ ടിഷ്യൂ സപ്പോർട്ട് ഉണ്ടോ, അവിടെ എല്ലിന് സപ്പോർട്ട് ബലം ഉണ്ടോ എന്നുള്ളതൊക്കെ അനുസരിച്ച് നമ്മൾ മുന്നിൽ ഫ്രെയിം വർക്ക് വേണോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുക. എന്തായാലും ഫ്രണ്ടിൽ നമ്മൾ മെറ്റൽ സെറാമിക് ആയിട്ടുള്ള പല്ലുകളാണ് മുന്നിൽ കൊടുത്തിട്ടുള്ളത്. അതിന് കൂടാതെ അതിന് ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് കൂടെ ഉണ്ട്. കാരണം എപ്പോഴും പുറകിലത്തെ പല്ല് നമ്മൾ ഈ സെറ്റ് പല്ല് മാത്രം അല്ലെങ്കിൽ കാസ്റ്റ് പാർഷ്യൽ ഡെഞ്ചർ മാത്രമായിട്ട് ചെയ്യുമ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൂസായിക്കൊണ്ടിരിക്കുന്നതാണ് പ്രശ്നം. ഫ്രണ്ടിൽ മാത്രമേ പല്ലുള്ളൂ, പുറകിൽ ജസ്റ്റ് മോണയുടെ മേലെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് പൊതുവേ ബുദ്ധിമുട്ടാണ്. ഈ പേഷ്യൻ്റെ കേസ് നല്ല മോണ ഉണ്ടായിരുന്നെങ്കിലും എല്ലിന് നല്ല കട്ടിയും വീതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മളൊരു സേഫ്റ്റി മെക്കാനിസം എന്നുള്ള രീതിയിൽ ഒരു പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ് 2 ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ പേഷ്യൻറ്റിന് അല്ലാതെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെച്ചാൽ, ഇപ്പം ഈ CPD ഇപ്പോൾ എസ്തെറ്റിക് സോണിൽ അഡ്വൈസബിൾ ആണോ? ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ പല്ല് റീപ്ലേസ് ചെയ്യുന്നുണ്ടോ, ഒന്നുകിൽ ഇംപ്ലാന്റ് അല്ലെങ്കിൽ CPD, അതാണ് ശരിക്കും വേണ്ടത്. ദാറ്റ് ഷുഡ് ബി യുവർ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. നിങ്ങൾ സൺഫ്ലെക്സ് കൊടുക്കുകയാണെങ്കിലും അതിൽ സാധാരണ ഉപയോഗിക്കുകയാണെങ്കിലും പ്ലാസ്റ്റിക് സെറ്റ് പല്ലുകൾ ഉപയോഗിക്കുകയാണെങ്കിലും അത് തൽക്കാലത്തേക്കുള്ള ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ CPD അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെറ്റലുള്ള പിന്നെ സെറ്റ് പല്ലുകൾ ഫ്രണ്ടിൽ കൊടുക്കുമ്പോൾ എസ്തെറ്റിക് സോണിൽ കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അത് പേഷ്യന് ചില ഭാഗത്ത് ചിരിക്കുമ്പോൾ ഈ ക്ലാസ്പ് മെറ്റലിൻ്റെ ഭാഗം കാണും എന്നുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ കേസിലും അത് തന്നെയാണ് പ്രശ്നം. കാരണം മുന്നിലത്തെ പല്ലുണ്ട്, അപ്പോൾ മുന്നിലത്തെ പല്ലിലേക്ക് ഒരു കമ്പി വരുന്ന രീതിയിലേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളായിരുന്നു. അപ്പോൾ അതിന് പകരം നമ്മളിങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുത്തപ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും.